എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക ഫ്രൈ ആണ്. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. നമ്മൾ ഈ പാവക്ക ഫ്രൈ എന്നല്ല സാധാരണ കൈപ്പക്ക എന്നാണ് പറയാറ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കും കൈപ്പക്ക ഇഷ്ടമല്ലെങ്കിലും കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കും. അപ്പോൾ ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈ ഉണ്ടായാൽ മാത്രം മതി, നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാൻ വേണ്ടി തോന്നും. വേറെ കറിയൊന്നും വേണമെന്ന് പോലും തോന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കയ്പ്പ് രസമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളിന്ന് പാവക്ക ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികളുടെ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം, ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ 3 പാവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വളരെ തിന്നായിട്ട് റൗണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പറ്റാവുന്നത്ര നമുക്ക് കനം കുറച്ച് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തു. മുഴുവനായിട്ടും അല്ല, ഒരു കൈപ്പൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് രണ്ടും തന്നെ ഒരുപാടുണ്ട്, അപ്പോൾ 3ഉം എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം അത് നമ്മൾ കളയാൻ പാടില്ല, കാരണം അത് നല്ല ടേസ്റ്റ് ആണ്. വെറും ഇതിൻ്റെ ആ ഒരു ഇത് മാത്രമാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു കുരു മാത്രം കളയുക, ആ ഒരു വെള്ള പോർഷൻ അവിടെ തന്നെ വെക്കുക, കാരണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അപ്പോൾ നമുക്കിനി ഇത് മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തു. ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 15 സെക്കൻഡ് സമയത്തോളം നമുക്കൊരു ഗ്യാസ് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാം. കാരണം ഇതൊന്ന് ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് പിടിച്ചൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഉപ്പ് ചേർക്കുന്നത് നല്ലത്. കാരണം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് തീരെ കുറവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇതിന്റെ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാറിന് വേണ്ടിയിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടിയുടെ വീഡിയോ കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാറ്റിനും പറ്റുന്ന രീതിയിലുള്ള ഒരു പൊടിയാണിത്. സാമ്പാറിനായാലും ശരി, അതുപോലെ വറവുകൾക്കും അങ്ങനെ നമ്മുടെ മുട്ടക്കറി അതിനൊക്കെ വളരെ ടേസ്റ്റിയാണ്. മസാലക്കറി, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ കറി, അങ്ങനെ എല്ലാ കറികൾക്കും ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പൊടിയാണിത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, അതിൻ്റെ എത്രത്തോളം ഓരോന്നും ചേർക്കണം എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ഈ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മല്ലിപ്പൊടി ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. നമ്മൾ ഗ്യാസ് ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇത്തിരി കൂടി ഒന്ന് പൊടി ഇടുന്നുണ്ട്, കാരണം തീരെ കുറച്ച് കുറവായതുപോലെ തോന്നി, അതുകൊണ്ട് ഇത്തിരി കൂടെ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തൊന്ന് നോക്കാം പൊടി കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടോ. അതാണ് നമുക്ക് ഇത്തിരി കുറവ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. എപ്പോഴും നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരുന്നു ഈ ഒരു ഫ്രൈ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ രുചികരമായിട്ടുള്ള ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാൽ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്